സിജു കണ്ണനിലേക്ക് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നമുക്ക് പോകാം. സിജു കണ്ണൻ, ഈ മുങ്ങൽ വിദഗ്ധർ, മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ മുങ്ങി തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഏത് സ്പോട്ടിലാണ് ഇവർ മുങ്ങുന്നത്? അജിംഷാദ, മത്സ്യത്തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കി തുടങ്ങിയിരിക്കുന്നു. രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നു അവർ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ന് രാവിലെയാണ് ഉടുപ്പി മാൽപ്പയ്ക്കടുത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയത്. സ്ഥലം SP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എത്തിയത്. ഏറ്റവും ആഴത്തിൽ പരിശോധന നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായ ഒഴുക്കിലും പരിശോധന നടത്തുന്നതിനും വിദഗ്ധരായ സംഘമാണ് എത്തിയത്. ഇപ്പോൾ അവർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നാവികസേനയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അല്പസമയം മുമ്പാണ് അവർക്ക് അനുമതി ലഭിച്ചത്. അതിനെ തുടർന്ന് അവർ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 100 അടിയിലേറെ ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഗംഗാവലി പുഴയിലുള്ള നീരൊഴുക്ക് പ്രശ്നമല്ല, ഇതിനേക്കാളും ശക്തമായ നീരൊഴുക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നു. 1000-ലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഇത്തരം രക്ഷാദൗത്യങ്ങളിൽ 1000-ലധികം പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നിലവിലുള്ള സംവിധാനത്തിനൊപ്പം പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തുക എന്നതാണ് 12ാം ദിനത്തിൽ അതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇന്നലെ അവലോകന യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് എത്തിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ എത്തിച്ചുകൊണ്ട് കാർവാറിൽ നിന്ന് ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ എത്തിക്കുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അവലോകന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനും ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ ആവശ്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ആവശ്യമായ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തെരച്ചിൽ നടത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അജിംഷാദ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച സ്ഥലം ഈ മൺതിട്ട, പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ട മൺതിട്ടയോട് ചേർന്ന ഭാഗത്താണ്. അതിന്റെ താഴ്ഭാഗത്താണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന ഈ ഭാഗത്താണ് നടക്കുന്നത്. നാവികസേനയുടെ വിദഗ്ധ സംഘവും ഇവർക്കൊപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ടഗ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ടഗ് ബോട്ടുകൾ എത്തിച്ചാൽ കൃത്യമായും അവിടെ നിശ്ചിത സ്ഥാനത്ത് നങ്കൂരമിട്ടുകൊണ്ട് അവിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എത്താനും അവിടെ നിന്ന് തുടർ പരിശോധനകൾ നടത്താനും സാധിക്കും. പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് 12ാം ദിനത്തിൽ. ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെ? അജിംഷാദ, നിലവിലെ അല്പസമയം മുമ്പ് ശക്തമായ മഴ പെയ്തു. അത് തോർന്നിട്ടുണ്ട്. കാലാവസ്ഥ പ്രവചനാതീതമാണ്. കാരണം നേരത്തെ വെയിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഷിരൂരിലുള്ളത്. ശക്തമായ മഴയാണ് ഇടയ്ക്ക് വരുന്നത്. ശക്തമായ മഴയും കാറ്റും. അതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധിയാണ്. ഈ ഡിങ്കി ബോട്ടുകളിലടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗംഗാവാലി പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുഴയിലെ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീരൊഴുക്കിന്റെ തോത് 6 knots ആയിരുന്നെങ്കിൽ ഇന്ന് ഇത് 8 knotsലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതികൂല ഘടകങ്ങളുണ്ടെങ്കിലും ഇത്തരം പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോഴും തെരച്ചിൽ തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം, പറ്റാവുന്ന രീതിയിൽ തെരച്ചിൽ തുടരണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഇന്നലെ 6 നോട്ടായിരുന്നു അടിയൊഴുക്കിന്റെ വേഗത എന്നത്. ഇന്നിപ്പോൾ 8 നോട്ടായി ഉയർന്നിരിക്കുന്നു. ഇന്നലെ നേവിക്ക് പോലും തെരച്ചിൽ നടത്താനാകാത്ത അടിയൊഴുക്കായിരുന്നു. പക്ഷേ ഇന്ന് അടിയൊഴുക്ക് കൂടിയ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കം, മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ളവർ അവിടേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഈ 8 നോട്ടിലുള്ള തിരച്ചിൽ എത്ര കണ്ട് സമഗ്രമാകും? ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇത് തുടർന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് അറിയാനാകും.